10 സെക്കൻഡ് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആകാൻ. ഇന്ന് നമ്മുടെ 18ാമത്തെ ദിവസമാണ്. US ടൈം 9:30 മാർക്കറ്റ് ഓപ്പണായി. ഓക്കെ ഓക്കെ, നമ്മുടെ നാട്ടിലെ സമയം 7 മണി 6:59. ഓക്കെ, 7 മണി. 54 ബ്രേക്ക് ചെയ്തു. സോ സി ഫസ്റ്റ് മിനിറ്റിൽ ചാടിക്കാതെ നമ്മൾ ട്രേഡ് എടുക്കുന്നത് ശരിയല്ല. ഇന്നലെ നമുക്ക് അതിനകത്ത് ചെറിയ ലോസ് എടുത്തായിരുന്നു UAL. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. റെസിസ്റ്റൻസിലേക്കാണ് പോകുന്നത്, പക്ഷേ സ്പേസ് ഉണ്ട്. ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ പോലും നമുക്ക് കിട്ടിയില്ല. എൻട്രി 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 ഞാനത് അവോയ്ഡ് ചെയ്യുവാണ്. പോട്ടെ, ഒരു ഡെയിലി റെസിസ്റ്റൻ്റ് ഇതായതുകൊണ്ടാണ് ഞാനത് അങ്ങ് അവോയ്ഡ് ചെയ്തത്. നമുക്ക് സി നോക്കാം. സി ഒരു 2 മിനിറ്റ് ബ്രേക്ക് ചെയ്തു. 2 മിനിറ്റിൽ കൺട്രോൾ ബൈ നമ്മുടെ 79ലാണ് ട്രിഗർ ആയിരിക്കുന്നത്. 89 10 സെൻറ്റ് റിസ്ക് 77. 2 മിനിറ്റിലാണ് ഞാൻ ട്രേഡ് എടുത്തേക്കുന്നത്. ട്രേഡ് 2 മിനിറ്റ് ആണ്. 2 മിനിറ്റ് എൻട്രി ബാറിൻ്റെ ഹൈ തന്നെയാണ് നമ്മുടെ സ്റ്റോപ്പും. 79ലാണ് എക്സിക്യൂട്ടഡ്. ഒരു ക്യാൻഡിലോട് ഫോളോ ത്രൂ പ്രതീക്ഷിക്കുന്നു. 15 മിനിറ്റ് 200 MA ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ലെറ്റ്സ് സി. $15.44. ഓക്കെ, $78, $77, $69 നമുക്ക് ആൾമോസ്റ്റ് 1-to-1 പോകും. ലെറ്റ്സ് സി. 77 ബ്രേക്ക് ചെയ്യുന്നില്ല. ഞാൻ ആ ബാറിൻ്റെ ഹൈ തന്നെ. ഓക്കെ, 73 ഓൾമോസ്റ്റ് 1-to-1 പോയി. നമ്മുടെ സ്റ്റോപ്പ് ഇരിക്കുന്നത് 82ലാണ്. 60-82. നമുക്കൊരു 1-to-1 ആയിട്ടില്ല. 80 ആണ്. Come on India, दिखा दो. 75 60 75 ഒരു റിജക്ഷൻ സാധ്യതയുണ്ട്. ചെറിയൊരു പുൾ ബാക്ക് എടുക്കാം, പക്ഷേ വെയിറ്റ് ചെയ്യാം. അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് നോക്കാം എവിടെയാണ് ഓപ്പൺ ആകുന്നത്. സോ ഞാൻ അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ മുമ്പ് ബ്രേക്ക് ഈവൻ ഇടുവാണ്. 79
അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ തിരിച്ചു വരുവാണെങ്കിൽ നമ്മൾ ഔട്ടാണ്. അതുകൊണ്ടാണ് ഓക്കെ ഔട്ട്. സോ ബൈ സെറ്റപ്പ് ട്രിഗർ ആവുകയാണ്, പക്ഷെ ഞാൻ ബൈ നോക്കുന്നില്ല. സോ ഫസ്റ്റ് ട്രേഡ് നമ്മുടെ ബ്രേക്ക് ഈവൻ, ചെറിയൊരു ലോസ്. ഓക്കെ, എൻട്രി എടുക്കുന്നതായിരിക്കും നമ്മൾ. ഓക്കെ, നമ്മൾ എക്സിക്യൂട്ട് ആയിരിക്കുന്നത് 22-ലാണ്. ഞാൻ ബാറിൻ്റെ ലോ തന്നെ റിസ്ക് വെക്കുവാണ്. 23, 24, 24. Okay. ഒരു 2 മിനിറ്റ് ക്യാൻഡിൽ $27, $30, $32 നമുക്ക് 1 to 1 ആണ്. 20 സെൻറ്റ് റിസ്ക്, സോറി 20 സെൻറ്റ് ആകുമ്പോൾ 32. ഓക്കെ, ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. 22. ഓക്കെ, 35. ബ്രേക്ക് ചെയ്യാൻ കിടക്കുവാണ്. ഔട്ട്, ഓൾമോസ്റ്റ് ഔട്ട്. ഓക്കെ, 42 to 1, ഓൾമോസ്റ്റ് 2 to 1 പോകുന്നു. 37. ടു ടു 1 ആയിട്ടില്ല, 1.5 ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റിൻ്റെ ലോ തന്നെയായിരിക്കും എൻ്റെ ട്രയൽ. ഓക്കെ, ആം ഔട്ട്. സോ ആ ഒരു 5 മിനിറ്റിൻ്റെ ലോ തന്നെയാണ് ട്രയൽ ചെയ്താണ്, കാരണം അത് മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് പോകുന്നതാണ് എക്സ്പെക്റ്റേഷൻ. ക്യാൻഡിൽ 115. ഓക്കെ, $115. നമ്മൾ 10 സെൻറ്റ് റിസ്കിൽ അവിടെ എൻട്രി എടുത്ത് നോക്കുകയാണ്. 115 ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ്. 115.98. നമ്മൾ 115.5 നമ്മുടെ ഉണ്ട് അല്ലേ. 15 ആകുമ്പോൾ നമുക്ക് 1 to 1 ആവും. 10 ആയി. സോ
ഔട്ടായിട്ടുണ്ട്. ഓ സോറി 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 സോറി. ഓക്കെ, റീ എൻട്രി ആണ്. ഞാനത് ഇട്ട പ്രൈസ് ആക്ച്വലി ആ പ്രൈസിൽ വന്നില്ല. റീടെസ്റ്റ് അടിച്ചത്. ലോ ഓഫ് ദ ക്യാൻഡിൽ ഈസ് 115 വന്നില്ലായിരുന്നു. നമ്മൾ ബ്രേക്ക് 115. കുഴപ്പമില്ല. ആ 8MA നമുക്ക് തൊട്ടടുത്ത് 8MAയിലോട്ട് നമുക്കൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് പെട്ടെന്ന് ഈ എടുത്തത്, ഔട്ടായത്. കാരണം 115 നമുക്ക് നമ്മുടെ ബ്രേക്ക് ഈവൻ ഇരുന്നത് 115 5-ലായിരുന്നു. സോ നമ്മൾ അതിനകത്ത് ബ്രേക്ക് ഈവൻ അടിച്ചു. ബ്രേക്ക് ഈവൻ ഡേ ആണ്. കിട്ടിയാൽ റീട്രൈ ചെയ്യാം. ഹൈ 15, ഹൈ ട്രേഡ് നമുക്ക് ട്രൈ ചെയ്യാം. സ്റ്റോപ്പ് നമ്മൾ ആയിരിക്കുന്നത് 17-ലാണ്. സോ 11 നമ്മൾ സ്റ്റോപ്പ് അടിക്കുന്നു. $50 200 MA ആണ് നമുക്കൊരു എന്താ പറയുന്നത്, അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ എടുക്കുന്ന ട്രേഡ്. ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റിൽ അത് ഒരു ഡിക്ലൈനിങ് 8MAയിലോട്ടാണ് പോകുന്നത്. പക്ഷേ 15 മിനിറ്റ് സ്ട്രോങ് ആയതുകൊണ്ടാണ് ആ ട്രേഡ് എടുക്കുന്നത്. 20 പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാൻ പോകും. കാരണം 15-ൽ പോവാണ്. കാരണം അവിടുന്ന് 20 MA ആണ്. അതുകൊണ്ടാണ് 5 മിനിറ്റ് 20 MA ആണ് റിജക്ഷൻ. പോകുന്നില്ല മാർക്കറ്റ്. ഓക്കെ, 21 സ്ട്രോങ് ആയിട്ട് $17 നമ്മുടെ എൻട്രി പ്രൈസ് ആണ്. സ്ട്രഗിൾ ചെയ്യുവാണ് മാർക്കറ്റ്, പോകുന്നില്ല. സോ ഔട്ട്. നമ്മുടെ ട്രേഡ് ഇന്നത്തെ ക്ലോസ് ചെയ്യുവാണ്. ഒരു ബ്രേക്ക് ചെയ്യേണ്ട പോകുന്നുണ്ട്, പക്ഷേങ്കിൽ നമ്മൾ റിസ്ക് മാനേജ് ചെയ്തു ഔട്ടായി. ഓക്കെ, സോ ഇന്നത്തെ ട്രേഡ് നമ്മൾ ഇന്ന് കഴിഞ്ഞു. CU XOM 3 ട്രേഡ് നമ്മളെടുത്തത്. ചെറിയ ബ്രേക്ക് ഈവൻ എന്ന് പറയാൻ രണ്ടെണ്ണം, നമുക്ക് 10ഉം ഒരു 9 ഇല്ലേ, 19. ഓക്കെ, സോ നമുക്ക് ചെറിയൊരു നെഗറ്റീവ് ഡേ ആണ്. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് 3 ട്രേഡ് എടുത്തതിന് XOMൽ ഒരു ട്രേഡുണ്ട്, ഒരു പോസിറ്റീവ് ട്രേഡായിരുന്നു. അത് നമുക്ക് അടുത്ത് ചെറിയ 2 ലോസ് വന്നപ്പോൾ അത് പോയി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. See you tomorrow.
ട്രേഡ് വർക്ക് ആകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ട്രേഡ് 17 അല്ലേ, 27 1-to-1 പോയിട്ടുണ്ട്. റിസ്ക് കുറച്ച് മാനേജ് ചെയ്യുന്നതിൽ നമ്മൾ അഗ്രസീവ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നേ. അത് തന്നെ ഒരു ഡിക്ലൈനിങ് ഐറ്റമേ നമുക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാൻ പോയത്. പക്ഷേ ഞാൻ എടുക്കാൻ കാര്യം ഈ 15 മിനിറ്റ് സ്ട്രോങ്, 15 മിനിറ്റിൽ ബൈ സെറ്റപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ട്രൈ അവിടെ ചെയ്യാം ഹൈ. പക്ഷേ നമ്മൾ ട്രേഡ് ഇന്നത്തെ കഴിഞ്ഞു. വാ, സൂപ്പർ. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. നല്ലൊരു ട്രേഡായിരുന്നു, പക്ഷേങ്കിൽ അത് എന്താ പറയുക, അവർ അഗ്രസീവായിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. അത് കുഴപ്പമില്ല. അത് നമ്മൾ ആ ഒരു അഗ്രസീവ്നെസ് നമ്മളെ പല ലൂസിങ് ട്രേഡിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് അടിക്കേണ്ട മുക്കാൽ നമുക്ക് രക്ഷപ്പെടുത്തുമായിരുന്നു. അപ്പം ഒരു ട്രേഡിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വി വിൽ കം ടുമോറോ. സി യു. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ചെറിയൊരു ലോസ്, ഒരു $19. ഓക്കെ.